എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ ചിലത് ഉണ്ടാക്കാൻ എനിക്ക് തോന്നാറുള്ളൂ കേട്ടോ. ട്രെൻഡിലാകുമ്പോൾ ഞാൻ ഉണ്ടാക്കാറില്ലേ. അതുകൊണ്ട് തന്നെ ഈ പപ്പടത്തോരൻ ഉണ്ടാക്കാൻ കുറച്ച് വൈകിപ്പോയി കേട്ടോ. അതിനായി കുറച്ച് പപ്പടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. പിന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിങ്ങനെ വറുത്ത് കോരി എടുക്കാവേ. അപ്പം ഞാനിത് 2 ട്രിപ്പായിട്ടാണ് ഇങ്ങനെ വറുത്ത് കോരി എടുക്കുന്നത്. അവിടെ നമ്മുടെ പപ്പടം നന്നായിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 3-4 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാമേ. ഇനി നമുക്ക് പിടിക്കണക്കായാലോ. 2 പിടി സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില മറക്കണ്ട കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. വറ്റൽ മുളക് ചതച്ചത്, ഇത് പുതിയ രീതിയാണേ. അതും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. അതിലേക്ക് 1 പിടി അല്ലെങ്കിൽ വേണ്ട അതിലും കൂടുതൽ ചിരകിയ നാളികേരവും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കണേ. നാളികേരം ചേർക്കുമ്പോൾ ഒട്ടും പിശിക്കാണ്ട് കേട്ടോ. എത്രത്തോളം ചേർക്കുമോ അത്രത്തോളം സ്വാദാണ് കേട്ടോ ഈ ഒരു തോരന്. അപ്പം നേരത്തെ ചേർത്ത നാളികേരവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പപ്പടവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താലേ നമ്മുടെ അടിപൊളി പപ്പടത്തോരനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ദേ ഒരു തോരൻ മാത്രം മതി. ഉണ്ടാക്കി നോക്കാത്തവര് ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ശുഭം.